ഇഫ് ഹി വർക്ക് ഹാർഡ് ഹി ഡാഷ് ഇൻ ദ എക്സാം. അപ്പൊ ഇതെന്താണ്? ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഇഫ് ക്ലോസ് എന്താണ്? ഇഫ് ഹി വർക്ക് ഹാർഡ് എന്നാണ്. അപ്പൊ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് ഈ ചോദ്യത്തിൽ. ആക്ച്വലി ഇവിടെ ഹി വന്ന സ്ഥിതിക്ക് വർക്ക്സ് എന്നാണ് വരേണ്ടത്. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് എന്നാണ് ആക്ച്വലി വരേണ്ടത്. ഇവിടെ വർക്ക് എന്നായിപ്പോയി. കാരണം ഹി സിംഗിൾ ആകുമ്പോൾ തീർച്ചയായിട്ടും വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പം വർക്ക്സ് എന്നാണ് വരേണ്ടത്. അപ്പൊ ചോദ്യത്തിലൊരു മിസ്റ്റേക്ക് ആണ്. എങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് സിമ്പിൾ പ്രസന്റ്. അപ്പൊ അങ്ങനെ സിമ്പിൾ പ്രസന്റ് വരികയാണെങ്കിൽ, അതായത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയി വരികയാണെങ്കിൽ തുടർന്ന് വരുന്ന ഭാഗം എങ്ങനെ ആയിരിക്കണം? വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എന്ന രീതിയിലേക്ക് വരണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ട്. ഏതാണ്? വിൽ പാസ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെ വരും ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി വിൽ പാസ് ഇൻ ദ എക്സാം എന്ന് വരും. അടുത്ത ചോദ്യം, ആർ യു ലുക്കിംഗ് ഫോർ ഡാഷ് ഷാംപൂ? ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ ആയി വരിക? പലരും ഇവിടെ എ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? ഈ ഷാംപൂവിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്നും പറയാത്തത് കൊണ്ട്, ഇത് ഇൻഡെഫിനിറ്റ് ആണ് ധരിച്ചുകൊണ്ട് നമ്മൾ എ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വെർബ് നോക്ക്. ഇവിടുത്തെ വെർബ് എന്താണ്? ലുക്കിംഗ് ഫോർ എന്നാണ്. ലുക്ക് ഫോർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സെർച്ച് എന്നാണ്. അന്വേഷിക്കുക എന്നർത്ഥം, തിരയുക എന്നർത്ഥം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഈ ഷാംപൂ എന്ന് പറയുന്ന സംഭവം ഇദ്ദേഹത്തിന് ഉള്ളതാണ്, കയ്യിലുള്ള ഷാംപൂ ആണ്. അത് കുറച്ചു നേരത്തേക്ക് കാണുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ആ ഷാംപൂവിനെയാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്, അല്ലെ തിരയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ലുക്ക് ഫോർ എന്ന് പറയുന്ന വെർബ് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഈ ഷാംപൂ എന്ന് പറയുന്നത് എന്താണ്? ഡെഫിനറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അയാളൊരു പ്രത്യേക ഷാംപൂ, അയാൾ ഉദ്ദേശിക്കുന്ന ഷാംപൂവിനെയാണ് അയാൾ തിരയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദായാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ വരും ആർ യു ലുക്കിംഗ് ഫോർ ദ ഷാംപൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ കേക്ക് ടേസ്റ്റ് ഡാഷ്. ഡെലീഷ്യസ്ലി എന്നാണോ, മോർ ഡെലീഷ്യസ്ലി എന്നാണോ, മോർ ഡെലീഷ്യസ് ആണോ, ഡെലീഷ്യസ് ആണോ? നമ്മൾ മോർ ഉപയോഗിക്കുന്ന എപ്പോഴായിരിക്കും? എന്തിനെങ്കിലും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ്. ഇവിടെ കേക്കിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ താരതമ്യത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ മോർ വന്നിരിക്കുന്ന ഭാഗം നമുക്കങ്ങ് അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് ഡെലീഷ്യസ്ലി ആണോ, ഡെലീഷ്യസ് ആണോ? ഡെലീഷ്യസ്ലി എന്ന് പറയുമ്പോൾ ആഡ്വർബ്. ഓക്കെ, ഡെലീഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ നോക്ക്, ഇവിടെ ടേസ്റ്റ് എന്ന് പറഞ്ഞ വെർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ രുചിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ വെർബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വെർബിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഡ്വർബാണ് എഴുതേണ്ടത്. എന്നാൽ ഈ വെർബിനൊരു പ്രത്യേകതയുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്ന വെർബിനൊരു പ്രത്യേകതയുണ്ട്. ഈ ടേസ്റ്റ് എന്ന് പറയുന്ന വെർബ് എന്താണ്? ഒരു സെൻസ് വെർബാണ്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട വെർബാണ്. ഇപ്പൊ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ടേസ്റ്റ് പറയാം, സ്മെൽ പറയാം, ഹിയർ പറയാം, ലുക്ക് പറയാം, നോ പറയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വെർബ് വന്നിട്ട് പിന്നീട് നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? ആഡ്വർബ് ഫോം എഴുതാൻ പാടില്ല. നമ്മൾ എന്ത് എഴുതാവൂ? അഡ്ജക്റ്റീവ് ഫോമേ എഴുതാവൂ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഡെലീഷ്യസ് എന്നായിരിക്കണം വരേണ്ടത്. ഇവിടെ നേരെ മറിച്ച് ഇവിടെ വേറെ ഏതെങ്കിലും വെർബാണ് വന്നിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു വെർബാണ് വന്നിരുന്നെങ്കിൽ നമുക്ക് ആഡ്വർബ് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട വെർബാണ്, നമ്മുടെ സെൻസ് വെർബാണ്. അങ്ങനെയാകുമ്പോൾ അതിനുശേഷം എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ? അഡ്ജക്റ്റീവ് ഫോമേ ഉപയോഗിക്കാവൂ. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഡെലീഷ്യസ് എന്നാണ്. അതാണ് ഡെലീഷ്യസ്. അപ്പൊ അങ്ങനെ വരും ദ കേക്ക് ടേസ്റ്റ് ഡെലീഷ്യസ് എന്നേ വരത്തുള്ളൂ. അടുത്ത ചോദ്യം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് സിമ്പിൾ ആണ്. എന്ത്? ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സിൽ തുടങ്ങുകയാണെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? ഷാൾ വി എന്നായിരിക്കും. എന്നാൽ ലെറ്റസിൽ തുടങ്ങുന്ന ഒരു സെന്റൻസിൽ പ്ലീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വിൽ യുവേ എഴുതാം. ഇവിടെ അങ്ങനെ വിൽ യു എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, ഷാൾ വി ഉണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്തായിരിക്കും? ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഷാൾ വി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അടുത്ത ചോദ്യം, ദ ലീഡർ ആസ് വെൽ as ഹിസ് ബ്രദേഴ്സ് ഡാഷ് ടു ദ സെയിം ട്രൈബ്. ഇത് ആസ് വെല്ലസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ആസ് വെല്ലസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം വന്നിരിക്കുന്ന ഭാഗത്തെ ആയിരിക്കണം ആശ്രയിക്കേണ്ടത്. ഇവിടെ ദ ലീഡർ എന്നുള്ളതാണ്. ദ ലീഡർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്.
ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് നമുക്ക് തോന്നുന്ന ഏതൊക്കെയാണ്? ഈ ഈസും ഈ ബിലോങ്സുമാണ്. നമ്മൾ ഈസ് ബിലോങ് എന്ന് പറയില്ല, അത് തെറ്റാണ്. അപ്പൊ പിന്നെ നമ്മുടെ എന്തേ ഉള്ളൂ? ബിലോങ്സ് ആണ്. ഇതാണ് ബിലോങ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ അങ്ങനെ വരും, ദ ലീഡർ ആസ് വെൽ as his brothers belongs to the same tribe എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, pick out the correct reporter speech for the following direct speech. Teacher asked who is talking in the class. അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യാനാണ്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഡയറക്റ്റ് സ്പീച്ചിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് അതിന് പുറത്തു വന്നിരിക്കുന്ന ഭാഗം ഇതാണ് നമ്മൾ നോക്കേണ്ടത് ആദ്യം. കാരണം എന്താ? ഈ പറയുന്ന കാര്യം ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു എന്ന് നമുക്കറിയണമെങ്കിൽ ഈ പറയുന്ന ഭാഗം നോക്കിയാലേ അറിയത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ടീച്ചറാണ് പറഞ്ഞത്. ആസ്റ്റ് നമ്മൾ ചോദിച്ചു എന്ന്. അപ്പൊ ടീച്ചർ ചോദിച്ചു. അപ്പൊ ചോദിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിന്റെ ടെൻസ് ഫോമിന് എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചോദിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യ വാക്യമായിരിക്കും. ഇവിടെ തീർച്ചയായിട്ടും ഒരു ചോദ്യ വാക്യമാണ്. ഹു ഈസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ചോദ്യവാക്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് ചോദ്യവാക്കാണോ ആ ചോദ്യവാക്ക് എഴുതിയിട്ട് ബാക്കിയുള്ളവയെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. എന്നാൽ ഒരു എക്സെപ്ഷണൽ റൂൾ ഉണ്ട്. എന്താണ് ആ എക്സെപ്ഷണൽ റൂൾ? നമുക്ക് തന്നിരിക്കുന്ന ചോദ്യവാക്ക് ഹു ആണെങ്കിൽ ബാക്കിയുള്ളവയെ നമ്മൾ എന്ത് ചെയ്യണ്ട? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണ്ട. ഹു ഒഴിച്ച് ബാക്കി ഏത് ചോദ്യവാക്ക് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവയെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. എന്നാൽ ഹു നമുക്ക് ചോദ്യവാക്കായി വരുവാണെങ്കിൽ ബാക്കിയുള്ളവയെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണ്ട. കാരണം എന്താ? ഈ ഹു എന്ന് പറയുന്നത് ഇവിടെ ചോദ്യവാക്കായിട്ട് മാത്രമല്ല നിൽക്കുന്നത്, പിന്നെ ഈ പറയുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നീട് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ടീച്ചർ ആസ്ക്ഡ് ഹു, പിന്നെ ഈസ് ടോക്കിംഗ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം. കാരണം എന്താ? ഇവിടെ ആസ്ക്ഡ് എന്ന് വന്നതുകൊണ്ട്. ആസ്ക്ഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലമാണ്. അപ്പം ഈ ഈസിനെ മാറ്റി വാസ് ആക്കി കഴിഞ്ഞാൽ അതെന്തായി മാറും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി മാറും. അപ്പൊ എങ്ങനെ വരും നമ്മുടെ ആൻസർ? ടീച്ചർ ആസ്ക്ഡ് ഹു വാസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് എന്ന് വരും. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. എന്താണ്? ടീച്ചർ ആസ്ക്ഡ് ഹു വാസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഇവിടെ ഒരു ഇഡിയം കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഇൻ വൺ പീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് അർത്ഥം എന്താണ്? സേഫ്ലി എന്നാണ്. ഇതാണ് സേഫ്ലി. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ ബോയ് ആസ്ക്ഡ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പൊ പാസീവ് വോയിസിലേക്ക് മാറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ എല്ലാം നമുക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് വെർബ് ഫോം മാത്രം എഴുതിയാൽ മതി. നമുക്കറിയാം ഒരു പാസീവ് വോയിസിന്റെ പൊതുവായിട്ടുള്ള വെർബ് ഫോം എങ്ങനെയാണ്? ബി ഫോംസ് പ്ലസ് V3 എന്ന. ബിയുടെ രൂപങ്ങൾ പിന്നെ V3 എന്ന് വരണം. ഓക്കെ, ഇവിടെ ഏത് രൂപം വരും, ബിയുടെ ഏത് രൂപം വരും എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് ഈ ചോദ്യത്തിലെ വെർബാണ്. ഇവിടെ നോക്കുക, ആസ്ക്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം വരണം. ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോം ഏതൊക്കെയാ? വാസും വേറുമാണ്. എന്താണ്? വാസും വേർ. ഇനി വാസാണോ വേറാണോ എന്ന് എഴുതുന്നത് ഇവിടുത്തെ ഒബ്ജക്റ്റിനെ ആശ്രയിച്ച്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പൊ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് നമുക്ക് വാസ് എന്ന് എഴുതാം. പിന്നെ നമ്മൾ V3 ഫോം എഴുതണം. അത് ഈ പറഞ്ഞ ആസ്ക്ഡ് എന്നതിനകത്തുള്ള യഥാർത്ഥ ഫോം ഏതാണ്? ആസ്ക്. V1 ഫോം ആസ്ക്. അതിന്റെ V3 എന്തായിരിക്കും? ആസ്ക്ഡ് തന്നെയായിരിക്കും. അപ്പൊ വാസ് ആസ്ക്ഡ് എന്ന് വരണം. അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ, വാസ് ആസ്ക്ഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരും? എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ബൈ ദ ബോയ് എന്ന് വരും. അടുത്ത ചോദ്യം,
മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷാണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. യു ഡാഷ് ബി കിഡിങ്, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഇവിടെ എന്തായിരിക്കും വരിക? മസ്റ്റ് ആയിരിക്കും. ഇതാണ് മസ്റ്റ്. യു മസ്റ്റ് ബി കിഡിങ്, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ എന്ന് വരും. അടുത്ത ചോദ്യം, മൈ വെഡിങ് റിംഗ് ഈസ് എ ബിറ്റ് ഡാഷ് ഐ നീഡ് ടു ഗെറ്റ് ഓൾട്ടേഡ്. എൻ്റെ വെഡിങ് റിംഗ് ഇച്ചിരി ലൂസ് ആണെന്ന അർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് അയഞ്ഞത് എന്നർത്ഥം വരുന്ന ലൂസിന്റെ സ്പെല്ലിംഗ് ഏതാണ്? ഇതാണ്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. LOOSE, ലൂസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇപ്പൊ നോക്കുക, ദ സ്പീക്കർ വാസ് അൺഏബിൾ ടു പാസിഫൈ ദ ക്രൗഡ്. പാസിഫൈ എന്ന് പറയുന്ന വാക്കിന്റെ അന്റോണിയമാണിത്. പാസിഫൈ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശാന്തമാക്കുക എന്നർത്ഥത്തില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഉത്തേജിപ്പിക്കുക എന്നാണ്. അപ്പൊ അങ്ങനെ ഉത്തേജിപ്പിക്കുക, ഉണർത്തുക എന്നൊക്കെ ഒരു അർത്ഥം വരുന്ന വാക്കിനകത്ത് ഏതാണ്? എക്സൈറ്റ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എക്സ് ഒഫിഷ്യോ മീൻസ് എന്താണ്? ഔട്ട് ഓഫ് ഡ്യൂട്ടി എന്നാണ്. ഔട്ട് ഓഫ് ഡ്യൂട്ടി. അടുത്ത ചോദ്യം, എ പേഴ്സൺ ഹു ഡെലിബറേറ്റ്ലി സെറ്റ് ഫയർ ടു എ ബിൽഡിംഗ്. ഒരു കെട്ടിടത്തിന് മനഃപൂർവ്വം തീ വെക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? അർസോണിസ്റ്റ് എന്ന് വിളിക്കും. ഇതാണ് അർസോണിസ്റ്റ്. അടുത്ത ചോദ്യം, വുഡ് യു ഡാഷ് ഗോ ഷോപ്പിംഗ് ഡാഷ് സ്പെൻഡ് അറ്റ് ദ ബീച്ച്. ഇവിടെ വായിക്കുമ്പോൾ നമുക്കറിയാം ഒരു പ്രിഫറൻസിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ബീച്ചിൽ സ്പെൻഡ് ചെയ്യുന്നതാണോ അതോ ഷോപ്പിങ്ങിന് പോകാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം റാദർ ഓർ ആണ് വേണ്ടത്. അതാണ് റാദർ ഓർ. അങ്ങനെ വരും, വുഡ് യു റാദർ ഗോ ഷോപ്പിംഗ് ഓർ സ്പെൻഡ് അറ്റ് ദ ബീച്ച് എന്ന് വരും. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് കമ്പാരിസൺ. ഇവിടെ തന്നിരിക്കുന്ന ശരിയായ കമ്പാരിസൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റ് ആളുകളെക്കാളും വൈസറാണ് ജോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ജോൺ ഈസ് വൈസർ ദാൻ ഓൾ മെൻ എന്നാണോ അതോ ജോൺ ഈസ് മോർ വൈസർ ദാൻ ഓൾ മെൻ ആണോ? ഇവിടെ മോർ വൈസർ എന്ന് പറയത്തില്ല, മോസ്റ്റ് വൈസർ എന്നും പറയത്തില്ല. അപ്പൊ ഇത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലുള്ളത് ജോൺ ഈസ് വൈസർ ദാൻ ഓൾ മെൻ ആണോ ജോൺ ഈസ് വൈസർ ദാൻ ഓൾ അതർ മെൻ എന്നാണ്? ഏതായിരിക്കും ശരി? മറ്റുള്ള മനുഷ്യർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഓൾ അതർ മെൻ എന്ന് വരണം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. വി പേ എ ₹10,000 ഡെപ്പോസിറ്റ്. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ഫ്രേസൽ വെർബ്? പുട്ട് ഡൗൺ ആണ്. പുട്ട് ഡൗൺ. അടുത്ത ചോദ്യം, എഡ്വാർഡ് 8 ഡാഷ് ദ ത്രോൺ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം. ഏതായിരിക്കും? അബ്രഗേറ്റഡ് ആണോ, അബ്രഗേറ്റ് ആണോ, അഗ്രവേറ്റ് ആണോ, അബ്ഡിക്കേറ്റ് ആണോ? ഏതായിരിക്കും? അബ്ഡിക്കേറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, വിച്ച് സെന്റൻസ് ഈസ് കറക്റ്റ്? നോക്കുക, അലക്സ് ഹിറ്റ് ദ ബേസ് ബോൾ അപ്പ് ഓവർ ദ ഫെൻസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഫെൻസിന്റെ മുകളിലൂടെ അലക്സ് എന്ത് ചെയ്തു? ബേസ് ബോൾ ഹിറ്റ് ചെയ്ത് വിട്ടു എന്നർത്ഥം. അപ്പം മുകളിലൂടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓവർ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഈ അപ്പ് വേണ്ട. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും? നോക്കുക, അലക്സ് ഹിറ്റ് ദ ബേസ് ബോൾ ഓവർ ദ ഫെൻസ് എന്നാണ് വേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോർ ദ വേർഡ് ചോയ്സ്. ചോയ്സ് എന്ന് പറയുന്ന വെർബിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? ചോയ്സസ് എന്നാണ്. ഏതാണ്? ഇതാണ് എ എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, ചേഞ്ച് ദ ഫോളോയിങ് അസർട്ടീവ് സെന്റൻസ് ഇൻടു ആൻ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അതായത് ദാറ്റ് പൈ ക്യാൻ ഫീഡ് 8 പീപ്പിൾ എന്ന് പറയുന്ന ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രോഗേറ്റീവ് സെന്റൻസിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ഫോമിലാണ് വന്നിരിക്കുന്നത് നമ്മൾ നോക്കണം. നോക്കുമ്പോൾ ദാറ്റ് പൈ എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ്, ഓക്കെ, ക്യാൻ എന്ന് പറയുന്ന അവിടുത്തെ ഓക്സിലറി വെർബ്, പിന്നെ ഫീഡ് എന്ന് പറയുന്ന അവിടുത്തെ വെർബ്, 8 പീപ്പിൾ എന്ന് പറയുന്ന അവിടുത്തെ ഒബ്ജക്റ്റ്. ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻട്രോഗേറ്റീവിലേക്ക് മാറ്റാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ സഹായക്രിയ ആദ്യം കൊണ്ടുവരിക, എന്നിട്ട് അതിനുശേഷം സബ്ജക്റ്റിനെ കൊണ്ടുവരിക. അപ്പൊ അങ്ങനെ വരും, ഇവിടുത്തെ സഹായക്രിയ ക്യാൻ ആണല്ലോ, അപ്പൊ ക്യാൻ ഇനി ആദ്യം വരണം, ക്യാൻ. പിന്നെ അതിനുശേഷം ദാറ്റ് പൈ എന്ന് വരണം, ദാറ്റ് പൈ ഫീഡ് 8 പീപ്പിൾ എന്ന് വരണം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ
ക്യാൻ ദാറ്റ് പൈ ഫീഡ് 8 പീപ്പിൾ? ഇതാണ് കറക്റ്റ് ആൻസർ. സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.